സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനായി 50 ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ചു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ഈ തുക അനുവദിച്ചത്. 80 ലക്ഷമാണ് ഹെലികോപ്റ്ററിന്റെ വാടക. സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചു കൊടുത്തത്. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാന സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിലാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് 50 ലക്ഷം രൂപ അധികമായി അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഫണ്ടിൽ നിന്നാണ് ഹെലികോപ്റ്ററിന് വാടക നൽകേണ്ടത്. പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിന് വാടകയായി ചിപ്സൺ ഏവിയേഷൻ എന്ന കമ്പനിക്ക് നൽകേണ്ടത്. ഇപ്പോൾ പോലീസിന്റെ പക്കൽ 30 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന പോലീസ് മേധാവി സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. ഈ തുക ഉടൻ തന്നെ നൽകാൻ ധനകാര്യ വകുപ്പിന് അദ്ദേഹം നിർദ്ദേശം നൽകി. തുടർന്ന് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചിപ്സൺ ഏവിയേഷന് തുക അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സമയത്ത് ട്രഷറിയിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം. ഈ വ്യവസ്ഥയിലാണ് ഇളവ് വരുത്തിക്കൊണ്ട് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചത്. ഇതും പോലീസിന്റെ ഫണ്ടിലുള്ള 30 ലക്ഷം രൂപയും കൂടെ ചേർത്ത് ചിപ്സൺ ഏവിയേഷന് ഒക്ടോബർ മാസത്തെ വാടക നൽകും. പക്ഷേ അപ്പോഴും നവംബർ മാസത്തെ വാടക ഇതുവരെ ഈ ഹെലികോപ്റ്ററിന് നൽകിയിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും എന്നൊരു ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഏതായാലും നവംബർ മാസത്തെ ഫണ്ടിന് വേണ്ടി ചിപ്സൺ ഏവിയേഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. മറ്റൊരു വാർത്തയിലേക്ക്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.